ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉദയകൃഷ്ണൻ. അനുഭവം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വേറെ ആരെയും വരച്ചതുമല്ല, വേറെ ആർക്ക് ഗിഫ്റ്റ് ചെയ്തതുമല്ല. ഞാൻ എനിക്ക് വേണ്ടി തന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഷർട്ട് നിങ്ങളെ കാണിക്കാനാണ്. ആ ഷർട്ട് വേറെ ഒന്നുമല്ല, ഇതാ ഈ ഷർട്ടാണ്. എങ്ങനെയുണ്ട്? പ്യോർ വൈറ്റ് കോട്ടൺ ഷർട്ടിൽ ഈ ഒരു ബ്ലൂ കളറിലുള്ളൊരു പാറ്റേണും ഡിസൈനും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പലതും റിലേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? തെറ്റിയിട്ടില്ല. വളരെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന, ഇത് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇൻഡിഗോ സാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡിങ് സാരി ഉണ്ട്. അതിലെ ഡിസൈനും കളറും എലമെൻറ്റ്സൊക്കെയാണ് ഞാൻ ഈ ഷർട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ എങ്ങനെയാണ് ഈ ഡിസൈനിലേക്ക് എത്തുന്നത്? ഞാൻ എപ്പോഴും ഈ ഡ്രസ് മെറ്റീരിയലൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മുടെ സേവ് ദ ഡേറ്റിലും മറ്റ് പല പല ഫോട്ടോഷൂട്ടുകളിലൊക്കെയാണ്. അപ്പോഴൊക്കെ പെൺകുട്ടികൾ വളരെ വൈബ്രൻ്റായിട്ട് ഇങ്ങനെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഈ ഒരു കോസ്റ്റ്യൂമിൽ കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ മെയിൽ സൈഡിലേക്ക് വരുമ്പോൾ അതിന് കോപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഡിസൈനർ ഡ്രസ്സ് എപ്പോഴും അവിടെ കുറച്ച് മിസ്സിങ് തോന്നാറ്. ഡിസൈനർ ലെവലിലുള്ള ഒരു ഷർട്ട് അല്ലെങ്കിൽ കുർത്ത വന്നിരുന്നെങ്കിൽ എന്ന് പല ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ അതെൻ്റെ തോന്നലായിരിക്കാം. അപ്പോൾ എൻ്റെ വൈഫിനും ഞങ്ങൾ ഈ ട്രെൻഡിങ് ആയ സമയത്ത് ഈ ഒരു സാരി എടുത്ത് വെച്ചിരുന്നു. പക്ഷേ അവൾ അതധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, എൻ്റെ കയ്യിലൊരു വൈറ്റ് കളർ ഷർട്ടുണ്ട്, പ്യുവർ കോട്ടൺ വൈറ്റ് ഷർട്ടുണ്ട്. ഇത് ഞാൻ 1-2 വട്ടമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഷർട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ ഒരു വൈറ്റ് കളർ ഷർട്ട്. അപ്പോൾ ഈ ഷർട്ടിൽ എന്തുകൊണ്ട് നമുക്ക് എൻ്റെ മനസ്സിലുള്ള ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈൻ വളരെ സിമ്പിളായിട്ട്, ഓവറായിട്ടല്ല, വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ പെട്ടെന്നാണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് എൻ്റെ ഷർട്ട് എടുക്കുന്നു, അയൺ ചെയ്യുന്നു, കളർ എടുക്കുന്നു, ഡിസൈൻ പെടയ്ക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ എനിക്കും ഭയങ്കര ഇഷ്ടമായി. ഇട്ട് നോക്കിയപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വൈഫിനോട് പറഞ്ഞു, നീ ആ സാരി എടുത്തൊന്ന് വേഗം റെഡിയാവ്, നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസ് കൂടെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ഈ ഡ്രസ്സിൽ. മോളാണ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്ത് തന്നത്. വീടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയുള്ള ഞങ്ങളുടെ ചെറിയൊരു അമ്പലം സംഭവം കാവൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസും ഞാൻ കാണിക്കാം. സെയിം ടൈം ഈ ഷർട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസ്സും കണ്ടിട്ട് തിരിച്ചു വരാം. അങ്ങനെയുണ്ട് നമ്മുടെ ഇൻഡിഗോ ഷർട്ടും ആ സാരിയും ഞങ്ങളുടെ ഫോട്ടോഗ്രാഫ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഷർട്ട് ഇപ്പോൾ വൈഫിൻ്റെ സാരിക്ക് മാച്ചായിട്ട്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളത്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അമ്മയുടെയോ സിസ്റ്ററുടെയോ ഒക്കെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷർട്ട്സ് പലപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. ഇപ്പം ഓവറായിട്ട് പ്രിൻ്റ് വന്നാലും ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ പാർട്ട്ണറുടെ ഡ്രസ്സിലുള്ള എലമെൻറ്റ്സ് വെച്ചുകൊണ്ട് നമുക്കൊരു ഷർട്ട് അല്ലെങ്കിൽ കുർത്തി ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇത്തരം വർക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട്. ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കാം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.